നമ്മുടെ ഗാർലിക് പേസ്റ്റ് ആണ്, ടൊമാറ്റോ പേസ്റ്റ്. ടൊമാറ്റോ മേരാ ജീവൻ ഏതോ കാലക്കേടില്ലാണോ ലോല വായോ പോകാം ലോകം കാണാം തേരാ പാര ഞെട്ടി ഹൃദയം പൊട്ടി വഴിയും തെറ്റി വിടത്തി സിറ്റി നടുവിൽ ചുറ്റി അടിയും പൊട്ടി പണി കെട്ടി ഹേയ് ബനാനെ ഒരു പൂ തരാമോ ഹേയ് ബനാനെ ഒരു കായ് തരാമോ പൂ കൊടുക്കാൻ അതിനാൽ വരണ്ടേ ആട്ടിരുന്നാൽ കയ്യിൽ കായ് വരണ്ടേ മന്ദാകിനി ഒന്നാകുമോ ചന്താമരേ എന്താമരേ കണ്ടാലിനി. ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. എല്ലാവർക്കും SR പെറ്റൽസിന്റെ പുതിയൊരു വ്ളോഗിലേക്ക് സ്വാഗതം. ഞങ്ങളുടെ ഈ വിൻ്റർ സീസണിലെ ആദ്യത്തെ ചൂടാൻ പോക്കലാണ്. ബാർബിക്യൂ സെറ്റ് ചെയ്യാൻ വേണ്ടി ഞങ്ങൾ പോവാണ്. ഞങ്ങൾ 10-15 പേരുണ്ട്. ഇപ്പം UAE നല്ല തണുപ്പാണ്. അപ്പോൾ ഈ തണുപ്പത്ത് ഇവിടുത്തെ മെയിൻ പരിപാടി എന്ന് പറഞ്ഞാൽ എല്ലാവരും ഇങ്ങനെ ഓരോ സ്ഥലങ്ങളിൽ പോയി ക്യാമ്പ് ചെയ്യുക, ചുടുക. നമുക്ക് അവിടെ ചെന്നിട്ട് അവിടുത്തെ വിശേഷങ്ങളൊക്കെ കാണാം. അപ്പൊ നമുക്ക് ആദ്യം മസാല ചിക്കനും ഫിഷിനും ഒക്കെ മസാല. നമ്മുടെ ഷെരീഫാണ് മസാല ചിക്കൻ ഫിഷ് എല്ലാം മേടിച്ച് മസാല ഒക്കെ തേക്കുന്നത്. അത് നമുക്ക് കാണാം. ഇന്ന് നമുക്ക് ചുടാനുള്ള ചിക്കൻ ഷെരീഫിക്ക് ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ കുക്കറാണ്. ഇവിടെ അസിസ്റ്റന്റ് റിജാസ് ഖാൻ. ഗൈസ് നമ്മളങ്ങനെ പോവുകയാണെന്ന്. ഒത്തിരി നാളത്തെ ഒരു ആഗ്രഹമായിരുന്നു നമുക്കൊരു ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ പൊളിക്കുന്നുണ്ട്. ചിക്കൻ മേടിച്ച് ചിക്കൻ നല്ല പീസ് ആക്കിയിട്ടുണ്ട്. നല്ല ആ ഷേപ്പിൽ നമ്മൾ ചിക്കൻ റെഡി ആക്കിയിട്ടുണ്ട്. നമ്മൾ കണ്ടോ ചിക്കന് കട്ട് ചെയ്ത് വിടർത്തി സെറ്റ് ആക്കിയൊക്കെയാണ്. ഇനിയിപ്പോൾ നമ്മളതിന് ഇതൊന്ന് കൈയിട്ടെ മസാല ഇടാൻ പോകണം. മസാലയ്ക്ക് വേണ്ടി നമ്മൾ ആദ്യമായിട്ട് എടുക്കുന്നത് കാശ്മീരി പൊടിയാണ്. നമ്മൾ ഇപ്പോൾ എടുത്തേക്കുന്നത് എത്ര ചിക്കനാണ്? 6 ചിക്കൻ അല്ലേ? 6 ചിക്കനുള്ള നമ്മൾ കാശ്മീരി പൗഡറാണ്. കാശ്മീരി പൗഡർ നമ്മളൊരു കണക്കിന് അങ്ങ് ഇടുകയാണ്. ഒരു വലിയ ടീസ്പൂൺ, ഒരു 3 ടീസ്പൂണ് വലിയത് ഇട്ടു. നമ്മൾ ഉപ്പിട്ട് കൊടുത്തു. ഉപ്പ് നമ്മളൊരു ആവശ്യത്തിന് ഇപ്പോൾ ഒരു കണക്കിന് നമ്മളങ്ങ് ഇട്ടു. ഗരം മസാലയാണ്. നമ്മളൊരു ഗരം മസാല ഒരു അളവിന് ഇട്ട് കൊടുത്തു. നമ്മളൊരു പ്രൊഫഷണൽ ആയതുകൊണ്ട് സ്പൂണൊന്നും ആവശ്യമില്ല. ഒരു അളവിനാണ് നമ്മൾ എടുക്കുന്നത്. അത് ഒർഗാനോ ഇട്ടു. ഒർഗാനോ പൗഡർ ഇട്ടു. മഞ്ഞൾപ്പൊടിയാണ്. മഞ്ഞൾപ്പൊടി ഒരു 2 ടീസ്പൂൺ ഇട്ടു. ഒരു 2 ടീസ്പൂൺ ഇട്ടു. ഇത് ജിഞ്ചർ പൗഡറാണ്. ജിഞ്ചർ നമ്മൾ പേസ്റ്റ് ചേർക്കുന്നുണ്ട്. ഓൾറെഡി ജിഞ്ചറും ഇതും ചേർക്കുന്നുണ്ട്. അപ്പം നമ്മളൊരു കുറച്ച് പൗഡറാണ് ഇട്ടേക്കുന്നത്. ഗാർലിക്ക് നമ്മൾ ഓൾറെഡി മിക്സ് നമുക്ക് ഇരിപ്പുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മളത് കുറച്ചൊരു പൗഡർ ഇട്ടിട്ടുള്ളൂ. പെപ്പർ പൊടി. പെപ്പർ നമ്മൾ ആവശ്യത്തിനുള്ള ഒരു എരിവിനനുസരിച്ച് ഇട്ടാൽ മതി. ഒരു 3-4 സ്പൂണോളം പെപ്പർ പൊടി ഇട്ടിട്ടുണ്ട്. ചിക്കൻ മസാലയുണ്ട്. ചിക്കൻ മസാല നമ്മളൊരു അളവിന് ചിക്കൻ മസാല നമ്മൾ ഇട്ട് കൊടുത്തു. മല്ലിപ്പൊടിയാണ്. മല്ലിപ്പൊടി നമ്മളൊരു അല്പം ഇടുന്നുള്ളൂ. മല്ലിപ്പൊടി ഒരു കുത്തച്ചവ വരും, അതിന് കുറച്ചേ ഇട്ടിട്ടുള്ളൂ. കസ്തൂരി മേത്തിയാണ്. സാമ്പാർ പൊടിയാണ്. അല്ലല്ല, കസ്തൂരി മേത്തിയാണ്. കസ്തൂരി മേത്തി ശരിക്കാക്കി കസ്തൂരിനെ ഓർമ്മ വന്നത് കൊണ്ടാണ് കസ്തൂരി എന്ന് പറഞ്ഞത്. എൻ്റെ പഴയ ലൈനായിരുന്നു. സോസുകളൊക്കെ പൗഡറുകളെല്ലാം ചേർത്തു. ഇനിയിപ്പം നമ്മൾ സോസുകളാണ്. ഇത് സോയാ സോസാണ്. കുറച്ച് സോയാ സോസ് ഒഴിച്ചു കൊടുത്തു. അതെ, സോയാ സോസിന് ഉപ്പുണ്ടല്ലോ. സോയാ സോസിനുണ്ട്, ചിക്കൻ മസാലയൊക്കെ ഉണ്ട്. നമ്മുടെ ഗാർലിക് പേസ്റ്റ് ആണ്. ടൊമാറ്റോ പേസ്റ്റ്. ടൊമാറ്റോ സ്മോക്ക്ഡ് പാപ്രിക്ക. എന്നാ പാപ്രിക്ക? ഇതുണ്ടോ സ്മോക്ക്ഡ് പാപ്രിക്ക. ഞാനാണ് വെട്ടിയത് വാഴ വളർന്നപ്പോൾ എന്നെ പൊക്കി വിളിച്ച് നമ്മൾ ആ സോസ് ഒന്ന് പതുക്കെ ഒന്ന് സെറ്റാക്കി കൊടുക്കണം.
ആക്കി കൊടുത്തതിന് ശേഷം നമ്മളിത് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇടുകയാണ്. ഇതിന്റെ മിക്സിംഗ് ആണ് ഇതിന്റെ ടേസ്റ്റ് വരുന്നത്. മിക്സിംഗ് ആണ് ഇതിന്റെ. നമ്മൾ ചെമ്മീനൊക്കെ ഇരിക്കുകയാണ്. അയ്യോ നേരത്തെ ഇങ്ങനെ വെട്ടാൻ മസാല ഏകദേശം റെഡി ആയിട്ടുണ്ട്. കുഴപ്പമൊന്നും ഇല്ലല്ലോ, ആ രുചിയൊന്നും ഇല്ല മസാലയ്ക്ക്. ഇല്ലാത്ത പൊടികളില്ല, ഇതിനകത്ത് ഐറ്റം വേണ്ടത് ഇതല്ല. ഈ സോഡാപ്പൊടിയും അരിപ്പൊടി മിച്ചമുള്ളൂ. മസാല ഇത് വെച്ച് നമുക്കൊരു ബോക്സിനകത്താക്കിയാലോ? ഒരുമിച്ചിട്ട് അങ്ങ് കഴിക്കോ? അതെ, കാണാവുന്നൊരു ഷോ അതാ കാണാൻ. അങ്ങനെ അവിടെ മസാല എല്ലാം തേച്ച് എല്ലാം സെറ്റാക്കി വെച്ചേക്കാണ്. സംഭവമൊക്കെ റെഡി. ഇനി ഫ്രിഡ്ജിൽ കയറ്റി വെക്കുന്നുണ്ടോ? വെക്കാൻ പോവാണ്. ഇനി അടുത്ത മീന് സോസേജിന്റെ പരിപാടിയൊക്കെ ഉണ്ടല്ലേ? സോസേജ് ഇട്ട് ഇത്രയും ബഹളങ്ങളും പരിപാടിയും അവിടെ നടക്കുമ്പോൾ ഒരു കുഞ്ഞു ചവിട്ടിരുന്ന് കാപ്പിയും കുടിച്ച് കാർട്ടൂണും കണ്ടുകൊണ്ടിരിക്കുക. കാളാഞ്ചിയാണ് നമ്മൾ വലിയ 2 കാളാഞ്ചിയാണ് വാങ്ങിച്ചേക്കുന്നില്ല. 2 കാളാഞ്ചി കണ്ടോ, വലിയ 2 കാളാഞ്ചി. ഇപ്പൊ തേങ്ങ എന്താണെന്ന് വെച്ചാൽ അത് ചുടാനോ നല്ല മീനാന്ന് പറഞ്ഞത്. അങ്ങനെ നമ്മൾ മീൻ മസാല തേക്കാനുള്ള തയ്യാറെടുപ്പിലാണ്. കാശ്മീരി ചില്ലിപ്പൊടി, കാശ്മീരി ചില്ലി, കുരുമുളക് പൊടിയാണ്. നമ്മൾ ജിഞ്ചർ പൗഡർ, ഗാർലിക് ജിഞ്ചർ, ഫിഷ് മസാലയാണ്, മഞ്ഞൾ പൊടി, വെളിച്ചെണ്ണ, ഓയില്, ഇപ്പം വിനെഗർ, ഗരം മസാല. ഇനി എല്ലാം കൂടെ കൂട്ടി ഒരു ഇളക്ക്. മിക്സാണ്. നമ്മളൊന്ന് ഫിഷ് വരഞ്ഞിട്ട് മസാല തേക്കാൻ വേണ്ടിയാണ്. വാളാഞ്ചി കേക്ക് വേണോ? വരട്ടാൻ പോകണം. അടിപൊളി ഫിഷ് മസാല പുരട്ടി. നല്ല റെസ്റ്റോറൻറ്റിൽ പോലും കിട്ടാത്ത മസാല. അങ്ങനെ മീൻ മൊത്തം മസാല ഇട്ട് പെരട്ടി സെറ്റാക്കി. ഇനി ഇതും ഫ്രിഡ്ജിൽ കയറ്റി വെക്കുമല്ലേ? ഇപ്പോൾ ഏകദേശം സമയം 8:30 10 മണിയാകുമ്പോഴത്തേക്ക് എല്ലാവരും വന്നു കഴിയുമ്പോഴത്തേക്ക് നമ്മൾ ഇവിടുന്ന് വിടുന്നതായിരിക്കും. ഈ ഇരിക്കുന്ന പുള്ളിക്കാരുടെ ബർത്ത്ഡേ ആണ് ഡിസംബർ 21. അപ്പം SR പെറ്റൽസിൻ്റെ എല്ലാ സബ്സ്ക്രൈബേഴ്സും ബർത്ത്ഡേ വിഷസ് അറിയിക്കേണ്ടതാണ്. അതങ്ങോട്ട് കയറ്റി വെക്കണം. ആ തട്ടൊക്കെ അങ്ങോട്ട് കയറ്റി പോയി. അങ്ങനെ എല്ലാം സെറ്റ് ചെയ്തു. ഞങ്ങൾ പോകാനുള്ള തയ്യാറെടുപ്പിലാണ്. എല്ലാവരും വന്നുകൊണ്ടിരിക്കുന്നു. ഞങ്ങൾ ആദ്യമേ സാധനമൊക്കെ ആയിട്ട് ആണുങ്ങളെല്ലാം കൂടെ ഒരു ട്രിപ്പ് ആദ്യം പോവാണ്. ആ സാധനമൊക്കെ അവിടെ കൊണ്ട് ഇറക്കി വെച്ച് എല്ലാം സെറ്റ് ചെയ്തിട്ട് അജാസ്ക വീണ്ടും പോയി അവരെ ലേഡീസിനെ എല്ലാം വിളിച്ചുകൊണ്ട് വരും.
ആദ്യത്തെ ട്രിപ്പിൽ ഞാൻ അജാസിക്ക, ഹാരിസിക്ക, ബഷീർ, നിയാസ്, പിന്നെ ബാക്കി മൊത്തം സാധനങ്ങളും ലേഡീസും റിജാസും ഇർഫാനൊക്കെ വരുന്നേ ഉള്ളൂ. ഞങ്ങളിവിടെ വന്ന് ഒരു സ്പോട്ടൊക്കെ കണ്ടുപിടിച്ച് സാധനമൊക്കെ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നല്ല തണുപ്പുണ്ട്. അങ്ങനെ ഫസ്റ്റ് ട്രിപ്പ് ഞങ്ങൾ ആണുങ്ങളെല്ലാം കൂടെ വന്ന് ഇവിടെ സാധനമൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. നല്ല ഇരുട്ടാണ്, പക്ഷേ സാധനം പ്രത്യേകിച്ച് ഒന്നും കാണാൻ പറ്റുന്നില്ല. പക്ഷെ നല്ല തണുപ്പുണ്ട് കേട്ടോ. നല്ല തണുപ്പുണ്ട്, നല്ല തിരക്കാണ്. പുറകെ ഒരു ട്രിപ്പ് ആൾക്കാർ വരുന്നുണ്ട്. അപ്പോൾ എല്ലാവരും കൂടെ വന്നു കഴിഞ്ഞാൽ വണ്ടിയുടെ വെട്ടത്തിലൊക്കെ നമുക്ക് ഷൂട്ട് ചെയ്യാം. ശരി, ഇവിടെ വന്ന് ടെൻറ്റൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അകതപ്പനും അച്ചപ്പനും വേണ്ടിയുള്ള ടെൻറ്റ് ബാക്കി ഇവിടെ എല്ലാം അറേഞ്ച് ചെയ്ത് വെച്ചേക്കുന്നു. ഓക്കെ, നമ്മൾ പതിയെ പരിപാടി തുടങ്ങാൻ പോകണം. അടുപ്പൊക്കെ കൂട്ടാൻ പോകണം. അങ്ങനെ ഞങ്ങൾ ഏകദേശം തീയൊക്കെ കത്തിച്ചു. ഇനിയിപ്പോൾ ശരിയായ ചിക്കനൊക്കെ എടുത്ത് റെഡിയാക്കാൻ പോകുന്നു. ബഷീറും ഹാരിസണ്ണും ഷെരീഫും എല്ലാവരും കൂടെ കൂടി തീയെല്ലാം കത്തിച്ച് അടുപ്പെല്ലാം സെറ്റ് ചെയ്ത് ചിക്കനും മീനും എല്ലാം കൂടെ വെക്കാൻ പോവാണ്. നല്ല തണുപ്പെന്ന് പറഞ്ഞാൽ ഹെവി തണുപ്പ്. ഒറ്റ ട്രിപ്പ് ചിക്കനും ആദ്യത്തെ ട്രിപ്പ് മീനും നമ്മൾ കയറ്റുകയാണ്. മീനിൻ്റെ വേവ് നോക്കണം കേട്ടോ, മറ്റേതുപോലെ ഒത്തിരി റൈറ്റ് സെറ്റ്. இப்படி வச்சா கிராஸா இப்படி கிராஸா வச்சா ரெண்டு வரும்ல அதான் ரெண்டு கிராஸ் பண்ணி சரி சரி നീനായിക്കാണോ? ചിക്കനൊക്കെ അടിപൊളിയായിട്ടായി വരുന്നുണ്ട്. അവിടെ മീനുണ്ട്, അവിടെ കടിഞ്ചായുണ്ട്. ആദ്യമേ പോകുന്നു അക്കി വെള്ളത്തിൽ കൂടാ. അതാണ് മഞ്ഞ് പെയ്യുന്ന ദുബൈയിലെ രാത്രികൾ. അജാസിക്ക് അങ്ങനെ അടുത്ത ട്രിപ്പ് ആളെയായിട്ട് വന്നിരിക്കുകയാണ്. അങ്ങനെ ഒരു ട്രിപ്പ് നമ്മൾ കാസർഗോഡിനകത്ത് കയറ്റി, അത് എടുത്ത് കയറ്റിയതിൻ്റെ വീഡിയോ നമുക്ക് എടുക്കാൻ പറ്റിയില്ല. കുഴപ്പമില്ല, ഇനിയിപ്പം കഴിക്കുമ്പോൾ എടുക്കാം. എന്താ പറഞ്ഞ ഇത് നിങ്ങൾ ഷൂട്ടിങ്ങിനാണ് എടുത്തോ കേട്ടോ. ഈ ലൈറ്റ് ഭയങ്കരമാ. മീനാണ് അടിച്ചിട്ടത് ആദ്യം. ഫസ്റ്റ് ടേസ്റ്റ് ചെയ്യുന്ന റിജാസ് ആണോ? ഫാത്തി അടിച്ചു മാറ്റി തിന്നുന്ന എനിക്ക് ഒടിച്ചു തരാമോ? കൈ കഴിയാണോ? നീ കൈ കഴിയോ? ഫാത്ത് കുഞ്ഞിന്റെ പേര് അടിച്ചു മാറ്റി. ഒരു ഫിഷ്, ചിക്കൻ കിട്ടിയില്ല. ഇതാണോ? ഏണ്ടോ ഒരാൾ കട്ടടിക്കുന്നേ.
ആദ്യം ഇച്ചിരി അല്ല ശാരി ഇച്ചിരി വെള്ളം എടുത്ത് കൊടുക്കാവോ? എടാ ഇച്ചിരി വെള്ളം എടുത്ത് കൊടുക്കുക. മതിയില്ലല്ലേ ജസ്ക? ഇത് കാപ്പിയാ? കടിഞ്ചായല്ലേ? മതിയില്ലേ? ഇല്ല. ഇത് മതിയില്ലേ? ആർക്കും കടിഞ്ചായ ഇഷ്ടമില്ലായിരുന്നു. കാപ്പടിയാ ഉണ്ടെന്ന്. തൊലിയാന്ന് പറഞ്ഞ ഒരു മധുരം നോക്ക്. നല്ല മധുരം വേണേ. മധുരം നോക്ക്. അപ്പൊ നമ്മുടെ ശരിക്കാണ് മസാല സൂപ്പറാണെന്നാണ് അജാസ്ക പറയുന്നത്. വേറെ എന്തെങ്കിലും സാധനം ചെറിയ പാത്രം വല്ലതും ഉണ്ടോ? ഒരു ഇതുകൂടി മുമ്പത്തെ പോലെ ഒരെണ്ണത്തെ വെച്ചാൽ മതി. ആ മീനും തിരിച്ചു വെച്ചോ. ഇത് ഏകദേശം ആയിട്ടുണ്ടല്ലോ. ഏത് ബട്ടർ ഇരിക്കുന്നുണ്ടോ? അത് അവിടുന്ന് മാറ്റുന്നതായിരിക്കും നല്ലത്. കാര്യം ചെയ്യ്, പൊക്കത് പിടിച്ചേ മാറി ഒരു മിനിറ്റ് എടുത്തേ. അല്ലെങ്കിൽ ബാക്കിയുള്ള ചിക്കനൂടെ കരിയും. എന്താ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ ഇത് മാത്രം എടുത്താൽ മതി. ചിക്കൻ എടുക്കും, അത് എടുക്കുന്ന ആരും അവരുടെ വായിൽ ഓരോന്ന് വെച്ച് പൊക്കോണ്ടിരിക്കുകയാണ്. മീന ഈ ചിക്കൻ താഴെ പോലെ ചെരിച്ച് എൻ്റെ ഒരു കൂടിയുണ്ട്, പക്ഷെ ഇത് ഹാഫ് സ്ലീവാ. അതിട്ടോണ്ട് കാര്യം. ചേട്ടാ ഒരു ഗ്ലാസ് കാപ്പി. കടിഞ്ചായക്ക് വരെ നീയാണ് കാപ്പിപ്പൊടി എടുക്കാൻ പറഞ്ഞതെന്ന് എനിക്കറിയാം. കാപ്പിയോട് ശരിയൊരു കാപ്പിയോട് അല്ല ഗ്ലാസ് പിടിക്കാനാ പറയുന്നത്. എടാ ആരെങ്കിലും ഒരു ഗ്ലാസ് എടുത്തോട്ടെ. സമർക്കാൻ ഇച്ചിരി പുറകോട്ടിറങ്ങിയ അങ്ങനെ നമ്മുടെ കഴിപ്പൊക്കെ കഴിഞ്ഞിട്ട് അഹദിയുടെ ബർത്ത്ഡേയുടെ കേക്ക് മുറിയാണ് ഇനി നടക്കാൻ പോകുന്നത്. കേക്കോ വേണോ? ഇത് കഴിഞ്ഞിട്ടാണ് ഇത് വെക്കണം. അപ്പൊ ഹാപ്പി ബർത്ത്ഡേ. അപ്പനും അമ്മയൊക്കെ വരട്ടെ. ഹാപ്പി ബർത്ത്ഡേ ടു യു. ഹാപ്പി ബർത്ത്ഡേ ടു യു. ഹാപ്പി ബർത്ത്ഡേ ടു യു. ഞാൻ എടുത്തുതരാം. ശരി നീ ചെയ്യണ്ട കേട്ടോ, ഞാൻ ചെയ്യുന്നു. നിന്റെ ബർത്ത്ഡേക്ക് നിന്റെ ഒക്കെ വായിലാ വെച്ച് തരുന്നത്. അവിടെ നടക്കുമോ ഇപ്പൊ? അങ്ങനെ അഹദിയുടെ ബർത്ത്ഡേ സെലിബ്രേഷനോടുകൂടി ഞങ്ങളുടെ ഈ പരിപാടി ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. ഞങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.